എല്ലാ മതസ്ഥർക്കും ഒരു ദൈവം എന്നാണ്. ഇപ്പൊ ക്രിസ്ത്യൻസ് യേശു എന്ന് വിളിക്കും, നമ്മുടെ മുസ്ലിംസ് അള്ളാഹ് എന്ന് വിളിക്കും, ഇപ്പൊ ഈ ഹിന്ദുസ് കൃഷ്ണൻ എന്ന് വിളിക്കും. ഇതിനെല്ലാത്തിനെയും സൂചിപ്പിക്കുന്നത് ഒരു ദൈവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അറേബ്യൻ വേൾഡ് റെക്കോർഡ് നേടിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയുടെ മുന്നിലാണ് കേട്ടോ. ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്ത് തലക്കോരടുത്ത് അള്ളുങ്കൽ എന്ന സ്ഥലത്താണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൊച്ചുമിടുക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. നമസ്കാരം, അസ്സലാമു അലൈക്കും. മോനെ, ഈ ഒരു പള്ളിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അകത്തേക്കൊന്ന് കയറാലോ. ഇത് എത്ര അടി താഴ്ചയാണ് സ്ഥിതി ചെയ്യുന്നത്? 22 അടി താഴ്ചയിലാണ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് അകത്തോട്ട് പോയാലോ? ഓക്കെ വാ മോനെ. ഇത് 22 അടി താഴ്ചയിലാണല്ലേ സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ. ഇതെന്താ എഴുതിയിരിക്കുന്ന പല മതസ്ഥരുടെ ചിഹ്നങ്ങളുണ്ടല്ലോ. കേറി വന്നപ്പോ ഇത് കണ്ടു. ഇത് ഇവിടുന്ന് ഈ വലത്തേക്ക് കാണുന്ന ഈ ഒരു ഭാഗം എന്തിനാണെന്ന് പറയാൻ പറ്റുമോ? ഇറങ്ങി പോകലോ. ഓക്കെ. ഇതെന്താണ് സംഭവം? അന്യമതസ്ഥർക്കുള്ളതാണോ? ഇതെല്ലാം മതസ്ഥർക്കും ധ്യാനിക്കാനുള്ള ധ്യാനപീഠങ്ങളാണ്. ഇതേപോലത്തെ 9 നമ്മുടെ ഉണ്ട്. നിലവിൽ 6 കൽവത്ത് റൂമാണ്. ഇതാണ് ഇത്. ഇവിടെ 21, 41, 91, 100 ഒരു വർഷമൊക്കെ ഇവിടെ ആരുമായിട്ട് ബന്ധമില്ലാണ്ട് ഫോണില്ലാണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ ആയിരിക്കും. ഒരു ദിവസം ഒരു നേരമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതേപോലെ ഇവിടെ ധ്യാനം ഇരിക്കും. പാപ്പാക്ക് മാത്രമായിട്ടുള്ള. ഇതിപ്പോ ഈ വഴി അങ്ങോട്ട് പോകുന്നത്? ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ എല്ലാവർക്കും ആയിട്ട് ധ്യാനിക്കാനുള്ള സ്ഥലം. എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്ന് ധ്യാനം പറ്റും അല്ലെ? ഇപ്പൊ നമുക്ക് മസ്ജിദിൽ നിന്ന് കയറി വന്നിട്ട് റൈറ്റിലേക്കാണ് വന്നത്. ലെഫ്റ്റിലേക്കാണ് ശരിക്കും മസ്ജിദ് വരുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെ? അപ്പൊ ഇതിപ്പോ മസ്ജിദിലോട്ട് പ്രവേശിക്കാൻ പോകണം അല്ലെ? ഇവിടെ ചെരുപ്പൂരി വരണം. ചെരുപ്പൂരി ഇട്ടിട്ട് ഇവിടെ ഇപ്പൊ നമ്മള് കാലൊക്കെ കഴുകി അകത്തേക്ക് പ്രവേശിക്കാൻ പോകണം. ഇതാണ് മസ്ജിദ് അല്ലേ? ഓക്കെ. എത്ര പേർക്ക് ഒരു സമയം നമുക്ക് നിസ്കരിക്കാൻ പറ്റും? ഇമാമും കൂടി കൂട്ടി 10 പേർക്ക്. ഇതിന്റെ ഉള്ളില് മറ്റേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തതാണ് അല്ലെ? നമ്മളിപ്പോ ഒരു റീല് കണ്ടിട്ടാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്. ഒരുപാട് ആളുകളൊക്കെ ഇത് കാണാൻ വരാറുണ്ട്, സന്ദർശകരായിട്ട് വരാറുണ്ട്, കുറെ പേര് വരാറുണ്ട്. എത്ര നാൾ മുതലാണ് ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്? അന്ന് പോലെ ഉദ്ഘാടനം ചെയ്തിട്ട് എത്ര നാളായി? 1 വർഷം മുകളിലായി അല്ലേ? ഈ മസ്ജിദിന് എന്താ പേരിട്ടിരിക്കുന്നത്? മസ്ജിദൽ മുബശ്ശിരീൻ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭൂമിക്ക് അടിയിലേക്ക് ഇങ്ങനെ ഒരു പള്ളി നിർമ്മിക്കണം എന്നുള്ള ഒരു ആശയം തോന്നിയത്? ആർക്കാണ് അങ്ങനെ ആശയം തോന്നിയത്? നമ്മുടെ വാപ്പാക്കാണ് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. ആദ്യം ഇത് ചുറ്റിനെ വെച്ച് തുടങ്ങിയാണ്. പിന്നെ അങ്ങനെ അങ്ങനെയാണ്. അപ്പോ ഇത് നിർമ്മാണ പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. മഴ പെയ്യുമ്പോ എങ്ങനെ അകത്തേക്കൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടോ? എങ്ങനെയാണ്? വെള്ളം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് വാപ്പാടെ കൂടെ പങ്കാളികൾ വേറെ ആരൊക്കെ ആയിട്ടുണ്ട്? അപ്പൊ ഇതില് ഒരു 10-11 പേരുണ്ടല്ലോ. ഇവരെല്ലാവരും ഇതില് പങ്കെടുത്ത ആളുകളാണ്, അതായത് ഈ നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളുകളാണ് അല്ലെ? അപ്പോൾ സദക്കത്തുള്ളയാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നത്. മോനെ ഇവിടുത്തെ ഉസ്താദിന്റെ മോനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്ര വർഷമായിട്ട് 1 വർഷമായിട്ട് ഈ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. ഒരുപാട് പേര് കാണാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ നമ്മുടെ ചാനൽ വഴി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അറിയിക്കുകയാണ്. കുഴപ്പമില്ലോ? അറേബ്യൻ വേൾഡ് റെക്കോർഡ് നേടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള മനോഹരങ്ങളായിട്ടുള്ള വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.